So ladies and gentlemen, moving to the very grand audio launching ceremony of Rachel to be here. റിസോർട്ടിൽ തന്നെ കാണുക നായികയായ മോളെ എന്നാണ് ഇരിക്കുന്ന വർഗീസിയുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞിട്ട് കുറച്ചുകൂടി വലുതായിട്ട് അങ്ങനെ പുള്ളി എന്നെ ഫോളോ ചെയ്തു. 2-3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പള്ളാശ്ശേരിയും കൂടി ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു പടത്തിൽ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാൻ മണിക്കൂട്ടനെ ഹീറോ ആക്കാം അങ്ങനെയൊക്കെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഈ അങ്ങനെ ഫാദർ വരുന്നത്. അങ്ങനെയാണ് ഈ ബോയ് ഫ്രണ്ടിൽ കൂടി വരുന്നത്. സത്യത്തിൽ ഹണി പറഞ്ഞ പോലെ ഇപ്പോൾ ദിവ്യാമണി തൊട്ട് പ്രിയാമണി തൊട്ട് ഒത്തിരി പേരെ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഹണി എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഹണി പറയും എനിക്ക് സമയമാകുന്നേ ഉള്ളൂ സാർ. കാരണം ഇന്ന് മലയാളത്തിൽ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന നടിമാരൊരു 10 സിനിമ ചെയ്താൽ കിട്ടുന്നതിൻ്റെ കൂടുതൽ പൈസ ഹണി ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഉദ്ഘാടനത്തിൽ കൂടി. അതിന് യാതൊരു സംശയമില്ല. നല്ല കാശ് മേടിക്കുന്ന നടിമാർ 10 സിനിമയ്ക്കാർ കിട്ടുന്ന കാശ് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതല്ല, സിനിമ ചെയ്യണം. സിനിമയിലൊരു അതിനോടുള്ള ഒരു പാഷൻ എനിക്ക് ശരിക്കും അറിയാവുന്നൊരു എന്നോട് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു വലിയ വലിയ സക്സസ് ആകട്ടെ. ചെറിയ ചിത്രങ്ങൾ സക്സസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം നമുക്കുണ്ടാകുന്നത് അല്ലേ. ഞാനൊക്കെ ആദ്യകാലത്ത് ഈ കോമഡി ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് വന്നതാണ്. ശിവായിലുള്ള കല്യാണ സുഹൃത്തി, കൊട്ടാരം, അങ്ങനെയുള്ള പടം ചെയ്ത് ഹൊറർ പടം ഭയങ്കര ആകാശക്കന്യ ചെയ്ത്. പക്ഷെ സത്യത്തിൽ അതിലൊക്കെ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് മനസ്സിൽ നിൽക്കുന്നത് വെറും 35 ലക്ഷം രൂപ മുടക്കി ചെയ്ത വാസന്തിയും ലക്ഷ്മിയും അന്നത്തെ കാലത്ത് 3.5 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് പറയുന്നതാണ് മനസ്സിലേക്ക് പറയാൻ. കൊച്ചു ചിത്രം മാക്സിമം കളക്ട് ചെയ്തു എന്ന് പറയുന്നതാണ് നമുക്ക് ഒരു സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം.